ജോലിസ്ഥലത്തെ മാനസിക പീഡനം, താൽക്കാലിക ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ താൽക്കാലിക ജീവനക്കാരൻ പെരുമ്പാവൂർ ഒക്കൽ പുളിക്കായത്ത് വീട്ടിൽ സുരേഷാണ് ആത്മഹത്യ ചെയ്തത്. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. വ്യാഴാഴ്ച രാത്രി 10-നും വെള്ളിയാഴ്ച പുലർച്ചെ 3-നുമിടയിലായിരുന്നു സംഭവം. ആത്മഹത്യാക്കുറിപ്പിൽ ജോലിസ്ഥലത്തെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നുണ്ട്. തികച്ചും അപ്രതീക്ഷിതമായി ഇവിടെ എയർ ഇന്ത്യക്ക് കീഴിലുള്ള AITCL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ദീർഘനാൾ ജോലി ചെയ്തിരുന്ന സുരേഷ് എന്ന തൊഴിലാളി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തണം എന്നാണ് INTUC യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം, ഈ ആത്മഹത്യ ചെയ്തതിന് തൊട്ട് മുൻപ് ഈ സ്ഥാപനത്തിൽ നടന്ന വളരെ നിന്ദ്യമായ തൊഴിൽ പീഡനത്തെക്കുറിച്ചും ശ്രീ സുരേഷിന് ലഭിക്കാൻ ഉള്ള നിരവധി ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും ആത്മഹത്യാക്കുറിപ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ സ്ഥാപനം എയർ ഇന്ത്യ പൊതുവിൽ ടാറ്റ സ്വകാര്യവൽക്കരിച്ചെങ്കിലും ഇപ്പോഴും ഗ്രൗണ്ട് ഹാൻഡിലിങ്ങും അതുപോലെ തന്നെയുള്ള ചില ഓപ്പറേഷൻസ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കകത്തുള്ള തൊഴിൽ സേവന വേതന വ്യവസ്ഥകൾ അതൊന്നും ഇവിടെ സിയാലിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് തൊഴിലാളികളെ മാത്രമല്ല, ഒരു സമൂഹത്തെ ആകമാനം അതിശയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ നിലവിലുള്ളത്. യഥാർത്ഥത്തിൽ സിയാല് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ നടത്തിപ്പോകുന്ന കൊടുക്കേണ്ട നടപടികളാണ് തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾക്ക് അനുവദിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടുത്തെ ഏജൻസികളും സ്വകാര്യ കരാർ ഏജൻസികളും അതുപോലെ തന്നെ സിയാൽ മാനേജ്മെൻറ്റും വളരെ ബോധപൂർവം ഇവർക്ക് കൊടുക്കേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിപ്പിക്കുന്നു എന്നുള്ളത് ഗൗരവമായി തൊഴിലാളി സംഘടനകൾ ഒന്നടങ്കം, അത് INTUCയും CITUവും BMSും അതിനെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. തീർച്ചയായും ഈ മരണത്തെ സംബന്ധിച്ച്, ഈ ആത്മഹത്യയെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ഗവൺമെൻറ്റും അതുപോലെ തന്നെ സിയാലും അന്വേഷണം നടത്തണം. കാരണം ഒരു തൊഴിലാളി അങ്ങനെ വളരെ പെട്ടെന്ന് ഇവിടുത്തെ തൊഴിൽ പീഡനത്തിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സംഭവമാണ്. അതിലേക്ക് നയിച്ചത് AITCLലെ മാനേജ്മെൻറ്റും അവർ കാണിച്ച ക്രൂരതയുടെ ഭാഗമായിട്ടാണ് ആത്മഹത്യ നടത്താൻ നിർബന്ധിതരായത്. അതേ സംബന്ധിച്ച് ആ കത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏത് വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അവരുടെ പേരിലും നിയമപരമായി വധശ്രമത്തിന് കേസെടുത്ത് സിയാലിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെ കൂടി പ്രതി ചേർത്ത് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ, ഈ സിയാലിലെ മുഴുവൻ തൊഴിലാളികളും, അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അവരെല്ലാവരും ഒറ്റക്കെട്ടായി വരാനിരിക്കുന്ന ഉജ്ജ്വലമായൊരു പ്രക്ഷോഭത്തെ സിയാൽ നേരിടേണ്ടി വരും എന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് വിശദമായി സർക്കാർ തലത്തിൽ അന്വേഷിക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ 3 ട്രേഡ് യൂണിയനുകളും നാളെ സംയുക്തമായി ഇരുന്ന് ഭാവി പ്രവർത്തനങ്ങൾ ആലോചിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ കേരളത്തിനകത്ത് കരാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം പീഡനം നേരിടുന്ന ഒരു സ്ഥാപനമാണ് സിയാൽ. കരാർ തൊഴിലാളികൾ അടിമ തുല്യമായി ഈ സിയാലിനകത്ത് ജോലി ചെയ്യുന്നു എന്നതിന് തെളിവാണ് ഇന്നത്തെ ഈ ആത്മഹത്യ. ഈ ആത്മഹത്യക്ക് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി പോലീസും അതുപോലെ തന്നെ സിയാലും മറ്റധികാരികളും എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇനിയും ഇത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ സിയാൽ ശക്തമായ നിലയിൽ ഈ കരാർ തൊഴിലാളികളോട് നീതിപൂർവകമായി ഇടപെടുന്നതിനും അതുപോലെ തന്നെ അവർക്ക് അന്തസ്സായി ജോലി ചെയ്തു പോകാവുന്ന സാഹചര്യം സിയാലിൽ ഒരുക്കണമെന്നുമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് BMA സെക്ഷനിലെ ജീവനക്കാരനാണ് മരണമടഞ്ഞ സുരേഷിൻ്റെ മൃതദേഹം എയർപോർട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. യൂണിയൻ പ്രവർത്തകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. ന്യൂസ് ഡെസ്ക് ആലുവ.